ഇരട്ടയാർ നോർത്ത് വെട്ടിക്കാമറ്റം പ്രകാശ് റോഡിൽ നിലകൊള്ളുന്ന കലുങ്ക് അപകട ഭീഷണി വർദ്ധിപ്പിക്കുന്നു. കഴിഞ്ഞ പ്രളയ സമയത്ത് ഈ കലുങ്കിന്റെ കൽക്കെട്ട് ഇളകിപ്പോയതാണ് അപകട ഭീഷണിക്ക് കാരണം. കലുങ്കിന്റെ അപകട ഭീഷണി ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽ വന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അപകട ഭീഷണി പരിഹരിക്കാൻ നടപടി ഉണ്ടാകുന്നില്ല എന്ന പരാതി ശക്തമാണ്. വെട്ടിക്കാമറ്റം പ്രകാശ് റോഡിലാണ് കലുങ്ക് സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ പ്രളയകാലത്ത് ശക്തമായ വെള്ളമൊഴുകിയാണ് ഈ കലുങ്കിന്റെ ഒരു ഭാഗത്തെ കൽക്കെട്ട് ഇടിഞ്ഞത്. ഇതോടെ കലുങ്കിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു താഴുന്ന നിലയിലാണ്. സംഭവമുണ്ടായ അന്ന് തന്നെ നാട്ടുകാർ, ഗ്രാമപഞ്ചായത്ത് അധികൃതർ, പൊതുമരാമത്ത് വിഭാഗം എന്നിവരെ വിഷയം ധരിപ്പിച്ചതാണ്. അന്ന് ചെറിയ രീതിയിൽ അപകട ഭീഷണി ഉണ്ടെന്ന് കാണിച്ച് റിബൺ കെട്ടി മടങ്ങിയതല്ലാതെ പിന്നീട് നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. മഴക്കാല സീസണിൻ്റെ ആരംഭഘട്ടത്തിൽ ഇവിടെ ഈ പാലം അപകടാവസ്ഥയിലേക്ക് പോവുകയും ഞങ്ങൾ വഴി ബ്ലോക്കാക്കുകയും ചാനലുകാരൊക്കെ വന്ന് ഇതിൻ്റെ ഫോട്ടോ എടുക്കുകയും സംഭവങ്ങളെല്ലാം ഉണ്ടായി. പക്ഷേ അന്ന് മുതൽ ഞങ്ങൾ കുറേ പണികളെല്ലാം ചെയ്ത് ഇത് ഇവിടെ റോഡിൻ്റെ അവസ്ഥ അത്യാവശ്യം വണ്ടി പോകാവുന്നൊരു സാഹചര്യം സൃഷ്ടിച്ചിരുന്നു. അത് ഇന്നിപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള അധികാരികളെല്ലാം ഞങ്ങൾ അറിയിക്കുകയും പഞ്ചായത്തിൽ നിന്ന് ഒക്കെ ഏറ്റവും ഉടനടി നടപടി ഉണ്ടാകും എന്നൊക്കെയുള്ള രീതിയിൽ അവർ അധികാരികളൊക്കെ അറിയിക്കുകയൊക്കെ ചെയ്തിട്ടും വീണ്ടും ഈ അവസ്ഥ തന്നെ തുടരുകയാണ്. പിന്നീടുണ്ടായ കാലവർഷത്തിലും അപകട ഭീഷണി ആളുകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ സമാന രീതിയിൽ ടാർവീപ്പ് വച്ച് മുന്നറിയിപ്പ് സംവിധാനം മാത്രമായി ചുരുക്കിയെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു. എന്തൊക്കെ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം എന്നൊക്കെയുള്ള ഇലക്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഭാഗങ്ങളാണ് മുന്നോട്ട് ഇനി വരാൻ പോകുന്നത്. അപ്പം ഞങ്ങൾ ഏകാന്തമായിട്ട് ഞങ്ങളൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികാരികൾക്കൊക്കെ അതിൻ്റെ ദോഷപ്രവർത്തനങ്ങളായിട്ട് അന്ന് പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഞങ്ങൾ ഏകാന്തമായിട്ടൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നൊരു വലിയ ബസ്സുകൾ, ടോറസ് ലോറികൾ എന്നിവയടക്കം ഇതുവഴി കടന്നു പോകുന്നതാണ്. അപകട ഭീഷണിയുള്ള ഭാഗത്ത് ഭാരവാഹനങ്ങൾ ഒന്ന് നിർത്തേണ്ട സാഹചര്യമുണ്ടായാൽ ഉറപ്പായും ഈ കലുങ്ക് ഇടിയുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. നിലവിൽ സമീപത്തെ വ്യാപാരികളുടെ നേതൃത്വത്തിൽ ഇതുവഴി കടന്നുവരുന്ന വാഹന ഡ്രൈവർമാരോട് പ്രദേശത്തെ അപകട ഭീഷണി പറഞ്ഞ് മനസ്സിലാക്കിയാണ് കടത്തിവിടുന്നത്. വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഈ കലുങ്കിന്റെ അപകട ഭീഷണിക്ക് പരിഹാരം കണ്ടെത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.